SMCA പ്രസിഡന്റ് ജോ മേനാശ്ശേരി ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. എൻ്റെ പ്രിയ സീറോ മലബാർ സഹോദരങ്ങളെ, സീറോ മലബാർ സഭയുടെ ചട്ടക്കൂട്ടിൽ SMCAയുടെ കുടക്കീഴിൽ നാം ഇവിടെ നിൽക്കുമ്പോൾ നാം ഓരോരുത്തരുടെയും മനോമുഖരത്തിൽ മിന്നിമായുന്ന ഒരു രൂപമുണ്ട്. ദിവ്യനാഥൻ്റെ തിരുവിലാവിൽ സ്പർശിച്ചുകൊണ്ട് അവിടുത്തെ ഹൃദയവികാരങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് മാനവരാശിയുടെ രക്ഷാകർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി സ്വയം ബലിയാടായ ക്രിസ്തുനാഥൻ്റെ ദിവ്യമായ യാഗത്തിൽ പങ്കാളികളാകുവാൻ നമ്മെ ആഹ്വാനം ചെയ്തുകൊണ്ട് ആ യാഗത്തിൻ്റെ പരിണിത ഫലമായ സ്വർഗീയ സൗഭാഗ്യം അനുഭവവേദ്യമാക്കി തീർക്കുവാൻ നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് രക്തക്കറ പുരണ്ട ചൂണ്ടുവിരൽ നാം ഓരോരുത്തരുടെയും നേരെ നീട്ടി നിൽക്കുന്ന വിശുദ്ധ തോമായുടെ ചിത്രം. പ്രിയപ്പെട്ടവരെ, ദിവ്യനാഥൻ്റെ ശിഷ്യന്മാരിൽ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ പ്രതീകമായി, അനിതര സാധാരണമായ വ്യക്തിപ്രഭാവത്തിൻ്റെ പ്രതീകമായിരുന്നു പൗരസ്ത്യരുടെ അപ്പസ്തോലൻ എന്ന് വിഖ്യാതനായ വിശുദ്ധ തോമ. താൻ സ്നേഹിക്കുന്ന തൻ്റെ ദിവ്യനാഥന് വേണ്ടി പോയി മരിക്കുവാൻ പോലും തയ്യാറായ തോമ അവിടുത്തെ പ്രബോധനങ്ങളെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആഴികളും ആരണ്യങ്ങളും പിന്നിട്ടുകൊണ്ട് അതിവിദൂരമായ ദേശങ്ങളിൽ പോലും ദിവ്യനാഥൻ്റെ വചനങ്ങളെ പ്രകീർത്തിക്കുവാൻ അത്യധികം ഉത്സാഹിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ എന്ന ദൈവിക നിയോഗം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി AD 52 ആണ്ടിൽ വിശുദ്ധ തോമ ഭാരതത്തിൻ്റെ കൊടുങ്ങല്ലൂർ വന്ന് കപ്പലിറങ്ങിയത്. അന്ധവും അയുക്തവുമായ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പിടിയിൽ, അസമത്വങ്ങളുടെയും ഉച്ചനീചത്വങ്ങളുടെയും മേൽക്കോയ്മയിൽ, വർണ്ണവിവേചന നയത്തിൻ്റെ അതിഭീകരമായ ചൂഷണ വലയത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വൻ ജനതതിയായിരുന്നു ദിവ്യനാഥൻ വിശുദ്ധ തോമായുടെ പ്രേക്ഷിത രംഗമായി സജ്ജമാക്കിയിരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അനന്തമായ പരിപാലനയിൽ രൂഢമൂലമായി നിന്നുകൊണ്ട് വിശുദ്ധ തോമ ദിവ്യനാഥൻ്റെ വചനങ്ങളെ, സ്നേഹത്തിൻ്റേതായ വചനങ്ങളെ, സമത്വത്തെയും സാഹോദര്യത്തെയും ഉദ്ഘോഷിക്കുന്ന വചനങ്ങളെ, സ്വർഗീയ സൗഭാഗ്യം സാക്ഷാത്കരിക്കുന്ന വചനങ്ങളെ അത്യുച്ചസ്വരം പ്രഘോഷിച്ചു. ഗായത്രി മന്ത്രവും സൂര്യനമസ്കാരവുമായി കഴിഞ്ഞിരുന്ന മലനാട്ടിലെ ആഢ്യ ബ്രഹ്മജ്ഞാനികൾക്ക് ഇതൊരു നൂതന അനുഭൂതിയായിരുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം ഒരു വലിയ പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചവരുടെ മേൽ ഒരു വലിയ പ്രകാശം ഉദിച്ചു എന്ന ഏശയ്യാ ദീർഘദർശിയുടെ പ്രവചന സാക്ഷാത്കാരമായി മലനാട്ടിൻ്റെ മക്കൾ ഒരു വലിയ പ്രകാശം കണ്ടു. വേദമന്ത്രങ്ങളുമായി സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ ദിവ്യപ്രകാശത്തെ ഉപാസിച്ചു കൊണ്ടിരുന്ന, പ്രജാപതിയായ ദിവ്യരക്ഷകനെ ഉപാസിച്ചു കൊണ്ടിരുന്ന മലനാട്ടിലെ ആഢ്യ ബ്രഹ്മജ്ഞാനികൾക്ക് വിശുദ്ധ തോമായുടെ വചനപ്രഘോഷണങ്ങൾ ദിവ്യപ്രകാശത്തിൻ്റെ സ്ഫുല്ലിംഗങ്ങളായിരുന്നു. അങ്ങനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഒരു വലിയ പ്രകാശം കണ്ടു. പ്രിയപ്പെട്ടവരെ, പുരുഷായണ പുരുഷം പ്രാപ്യസ്ഥം ഗച്ഛന്തി, ആ പുരുഷനെ അന്വേഷിക്കുന്നവൻ, ആ പ്രജാപതിയെ ഉപാസിക്കുന്നവൻ അവനെ കണ്ടെത്തുകയും അവനിലൂടെ നിത്യശാന്തി പ്രാപിക്കുകയും ചെയ്യും എന്ന വേദമന്ത്രസാരം മനസ്സിലാക്കിയ 2 ആഢ്യ ബ്രാഹ്മണ കുടുംബങ്ങൾ അങ്ങനെ ക്രിസ്തുപാതയിലേക്ക് കടന്നു വരികയാണ്. ഇതാണ് ദിവ്യനാഥൻ ഭാരതത്തിൻ്റെ മണ്ണിൽ വിതച്ച ആദ്യത്തെ വിത്ത്. അതിനുശേഷം മറ്റ് ബ്രാഹ്മണ കുടുംബങ്ങളും ധാരാളം മറ്റ് ജനവിഭാഗങ്ങളും ക്രൈസ്തവ പാതയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ വിശുദ്ധ തോമ ഭാരതത്തിൻ്റെ മണ്ണിൽ വിതച്ച വിത്ത് മുള്ളുകളെയും ഞെരിഞ്ഞിലുകളെയും അതിജീവിച്ചുകൊണ്ട് അതിവേഗം വളർന്നു പന്തലിച്ചു. ഒരു പെലിക്കൻ പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങൾക്കെന്ന പോലെ വിശുദ്ധ തോമ സ്വന്തം ജീവരക്തം പോലും കൊടുത്തുകൊണ്ട് ദിവ്യനാഥൻ്റെ ദിവ്യമായ യാഗത്തിൽ സ്വയം പങ്കാളിയായി നിണസാക്ഷിയായിക്കൊണ്ട് ഭാരത ക്രൈസ്തവ സഭയെ പോറ്റി വളർത്തി. ഇന്നും കാണാമറയത്തിരുന്നു കൊണ്ട് അവിടുന്ന് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തോമായുടെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ പ്രതീകമായി, അനന്യമായ ധൈര്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമായി ഇന്ന് നിലകൊള്ളുന്ന, വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന, ലോകമെമ്പാടും ദിവ്യനാഥൻ്റെ വചനങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സീറോ മലബാർ സഭ. ആർഷ സംസ്കാരത്തിൽ രൂഢമൂലമായി നിന്നുകൊണ്ട് ക്രിസ്തുനാഥൻ്റെ വചനങ്ങളെയും ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ സംശുദ്ധ ഭാവങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നവ്യമായ ഒരു സംസ്കാരമാണ് നമ്മുടേത്.
പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ജീവിത രീതിയെ ക്രൈസ്തവ അവബോധം കൊണ്ട് ചൈതന്യീകരിച്ചതാണ് സീറോ മലബാർ സംസ്കാരം. അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലിൽ ഉരുത്തിരിഞ്ഞ് അഗാധമായ പരിജ്ഞാനവും സേവന സന്നദ്ധതയും സഹിഷ്ണുതാ മനോഭാവവും സമന്വയിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ സംസ്കാരം കാത്തുസൂക്ഷിക്കുന്നതിന് നാം പ്രതിജ്ഞാബദ്ധരാണ്. നമ്മുടെ സംസ്കാരം കാത്തുസൂക്ഷിക്കുന്നതിനും നമ്മുടെ ആരാധനാക്രമങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനും നമുക്ക് അതിനുള്ള അവകാശം തിരുസഭ നമുക്ക് തരുന്നുണ്ട്. ഈ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള നമ്മുടെ ധർമ്മസമരം അന്തിമ വിജയം വരെ നാം തുടരുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ വേദിയിൽ നാം വിഘടനവാദം സ്വീകരിക്കുകയില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ധൂർത്തപുത്രൻ്റെ കഥയെ വായിക്കുന്നുണ്ട്. തൻ്റെ പിതാവിനെ വീഴിച്ച് നിന്നുകൊണ്ട് അവിടുത്തെ അവകാശങ്ങൾ വാങ്ങിച്ച് പിതാവിൽ നിന്ന് അകന്നുപോയ ധൂർത്തനായ പുത്രൻ്റെ കഥ. അവസാനം പന്നിക്കൂട്ടിൽ പന്നിത്തീറ്റയ്ക്ക് പോലും വകയില്ലാതെ വിഷമിച്ചപ്പോൾ തെറ്റിതിരുത്തി പിതാവിലേക്ക് തിരിച്ചു വന്ന ധൂർത്തനായ പുത്രൻ്റെ കഥ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധൂർത്തനായ പുത്രനാകുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പിതാക്കന്മാരെ, ആത്മീയ പിതാക്കന്മാരെ സ്നേഹിച്ചുകൊണ്ട്, അനുസരിച്ചുകൊണ്ട്, അനുനയിച്ചുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ നാം ക്രമേണ നേടിയെടുക്കുക തന്നെ ചെയ്യും. ധൂർത്തനായ പുത്രൻ്റെ കഥയിൽ സ്നേഹനിധിയായ ഒരു പിതാവിനെ നാം കാണുന്നുണ്ട്. തെറ്റിതിരുത്തി തിരിച്ചു വന്ന പുത്രനെ സ്വീകരിക്കുവാനായിട്ട് കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്തുമായി നമ്മിൽ നിന്ന് അകന്നുപോയ നമ്മുടെ സഹോദരങ്ങൾ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുന്നതും, അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ആത്മീയ പിതാവ് ആത്മീയ വിരുന്നൊരുക്കി നമ്മളെ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടുന്നതും ആ വിശുദ്ധ തോമായുടെ അദൃശ്യമായ സാദൃശ്യത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ദിവ്യനാഥനെ സ്തുതിക്കുന്നതുമായ ഒരു ദിനം നമ്മളുടെ ദിനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും മംഗളങ്ങൾ നേരുന്നതോടൊപ്പം നമ്മിൽ നിന്ന് തെറ്റിദ്ധാരണകൾ നിമിത്തം അകന്നിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ നൽകിക്കൊണ്ട് നമസ്കാരം.